ചോദ്യങ്ങൾ ചോദിക്കുന്നതും വ്യത്യസ്ത രാഷ്ട്രീയ വഴികൾ തേടുന്നതുമായ ഒരു തലമുറയാണ് ജെൻസി. ഭാവിയിലെ ഇന്ത്യൻ രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നതിൽ ഈ തലമുറ നിർണായക പങ്കുവഹിക്കുമെന്നത് തീർച്ചയാണ്. ജെൻസി BJP രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ ഘടകങ്ങളാണ് അവരെ ഭാരതീയ ജനതാ പാർട്ടിയോട് അടുപ്പിക്കുന്നത്? ഇന്ത്യയിലെ യുവതലമുറ, പ്രത്യേകിച്ച് ജെൻസി വിഭാഗം, രാജ്യത്തിന്റെ വികസന ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന വികസന മാതൃകയിൽ അവർക്ക് ശക്തമായ വിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. പശ്ചിമബംഗാളിലെ മാൽഡയിൽ രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്ത ശേഷം സംഘടിപ്പിച്ച പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. നവീന ഗതാഗത സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും രാജ്യത്തിന്റെ പുരോഗതിക്ക് നിർണായകമാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ രംഗത്ത് പുതിയൊരു ചരിത്രം കുറിക്കുന്ന പദ്ധതിയാണെന്നും അഭിപ്രായപ്പെട്ടു. ഇത്തരം വികസന പ്രവർത്തനങ്ങളാണ് യുവതലമുറയെ BJPയുടെ ദർശനത്തിലേക്ക് ആകർഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസംഗത്തിനിടെ മഹാരാഷ്ട്രയിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ BJP നേടിയ വൻ വിജയം പ്രധാനമന്ത്രി പ്രത്യേകമായി പരാമർശിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഒന്നായ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ BJP ആദ്യമായി റെക്കോർഡ് വിജയം കൈവരിച്ചതിനെ അദ്ദേഹം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ നിർണായക വഴിത്തിരിവായി വിശേഷിപ്പിച്ചു. അതോടൊപ്പം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് BJPക്ക് ആദ്യമായി മേയർ സ്ഥാനം ലഭിച്ചതും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഒരു കാലത്ത് BJPക്ക് വിജയിക്കാൻ ആകില്ലെന്ന് കരുതിയിരുന്ന പ്രദേശങ്ങളിലേക്കും പാർട്ടിയുടെ സ്വാധീനം വ്യാപിക്കുകയാണെന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാർട്ടിക്ക് അഭൂതപൂർവമായ പിന്തുണ ലഭിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് ഈ വിജയങ്ങളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വരാനിരിക്കുന്ന പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സംസ്ഥാനത്തെ വോട്ടർമാർ ഇത്തവണ BJPയെ തെരഞ്ഞെടുക്കുമെന്നും ബംഗാളിൽ മാറ്റത്തിനുള്ള ആഗ്രഹം ശക്തമായി ഉയർന്നു വരുന്നതായും അദ്ദേഹം അവകാശപ്പെട്ടു. ഇതിനിടെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെ പ്രധാനമന്ത്രി ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ഭരണപരാജയവും അഴിമതിയും ബംഗാളിന്റെ വികസനത്തെ പിന്നോട്ട് തള്ളിയിരിക്കുകയാണെന്നും സംസ്ഥാനത്ത് BJPയെ അധികാരത്തിലെത്തിക്കേണ്ട സമയമാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രസംഗത്തിന്റെ മറ്റൊരു പ്രധാന ഭാഗത്ത് അനധികൃത കുടിയേറ്റം പശ്ചിമബംഗാൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ലോകമെമ്പാടുമുള്ള സമ്പന്ന രാജ്യങ്ങൾ പോലും അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയാനും നാടുകടത്താനും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമൂഹിക സമാധാനത്തിനും നുഴഞ്ഞുകയറ്റം വലിയ ഭീഷണിയാണെന്നും പശ്ചിമബംഗാളിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ സംഭവിച്ച ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളിൽ ഒന്നാണ് യുവതലമുറയുടെ സജീവ രാഷ്ട്രീയ പങ്കാളിത്തം. പ്രത്യേകിച്ച് ജെൻസി ഉൾപ്പെടുന്ന പുതുതലമുറ വികസനം, സാങ്കേതിക പുരോഗതി, തൊഴിലവസരങ്ങൾ, ദേശീയാഭിമാനം തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുകളോടെയാണ് മുന്നോട്ടു പോകുന്നത്. ഈ യുവതലമുറയുടെ ആകാംക്ഷകളെ തിരിച്ചറിഞ്ഞ് അവർക്കൊപ്പം ചുവടുചേരാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുകയാണ്. യുവതലമുറയുടെ രാഷ്ട്രീയ ബോധം ആശയങ്ങളിലും പ്രവർത്തന ഫലങ്ങളിലും അധിഷ്ഠിതമാണ്. പരമ്പരാഗത വാഗ്ദാനങ്ങളെക്കാൾ ഫലപ്രദമായ ഭരണവും വികസന പദ്ധതികളും അവരെ കൂടുതൽ സ്വാധീനിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, ഹൈവേകൾ, റെയിൽവേ നവീകരണം, ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയിട്ടുണ്ട്. രാജ്യത്തിന്റെ ഭാവി ആധുനികവും മത്സരക്ഷമവും ആക്കാനുള്ള BJPയുടെ ശ്രമങ്ങളാണ് യുവതലമുറയുടെ പിന്തുണയ്ക്ക് അടിത്തറയായത്. തൊഴിലവസരങ്ങളും സംരംഭകത്വ സാധ്യതകളും യുവാക്കളുടെ പ്രധാന ആശങ്കകളിൽ ഒന്നാണ്. സ്റ്റാർട്ടപ്പുകൾക്ക് അനുകൂലമായ നയങ്ങളും സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതികളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള അവസരങ്ങളും യുവതലമുറയെ BJP ഭരണകാലത്തോട് അടുത്ത് കൊണ്ടുവരുന്നു. സർക്കാർ നൽകുന്ന പരിശീലന പദ്ധതികളും സ്വയം തൊഴിൽ പ്രോത്സാഹനങ്ങളും യുവാക്കളെ ജോലി തേടുന്നവരിൽ നിന്ന് ജോലി സൃഷ്ടിക്കുന്നവരാക്കി മാറ്റാനുള്ള ശ്രമങ്ങളായി വിലയിരുത്തപ്പെടുന്നു. ഡിജിറ്റൽ ലോകത്ത് വളർന്ന യുവതലമുറയെ മനസ്സിലാക്കി സാമൂഹ്യ മാധ്യമങ്ങളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ BJP മുൻപന്തിയിലാണ്. ആശയവിനിമയം, ക്യാമ്പയിനുകൾ, നയവിശദീകരണം എന്നിവ ഡിജിറ്റൽ വഴികളിലൂടെ നേരിട്ട് യുവാക്കൾക്ക് എത്തിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു. ഇതുവഴി രാഷ്ട്രീയത്തെ കൂടുതൽ സുതാര്യവും അനായാസകരവുമാക്കി മാറ്റാൻ സാധിച്ചു. ദേശീയത, രാജ്യസുരക്ഷ, ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ എന്നിവയും യുവതലമുറയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ശക്തമായ ശബ്ദമായി മാറുന്നതും ആഭ്യന്തര സുരക്ഷ ശക്തിപ്പെടുത്തിയതും സാംസ്കാരിക പുനർഉജ്ജീവനത്തിനുള്ള ശ്രമങ്ങളും യുവാക്കൾക്കിടയിൽ ആത്മവിശ്വാസം വളർത്തിയിട്ടുണ്ട്. ഈ ദേശീയ ആത്മബോധമാണ് BJPയെ യുവതലമുറയുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായി മാറ്റുന്നതിൽ നിർണായകമായത്. BJP യുവാക്കളെ വെറും വോട്ടർമാരായി മാത്രം കാണുന്നില്ല, മറിച്ച് രാഷ്ട്രീയ പ്രവർത്തകരായും നേതാക്കളായും വളർത്താൻ ശ്രമിക്കുന്നു. യുവമോർച്ച പോലുള്ള സംഘടനകൾ വഴി രാഷ്ട്രീയ പരിശീലനവും നേതൃത്വ അവസരങ്ങളും നൽകുന്നു. യുവതലമുറയെ പാർട്ടിയുമായി കൂടുതൽ ബന്ധിപ്പിക്കുന്നു. ഇന്നത്തെ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് യുവതലമുറയാണ്. അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും
വികസനവും ആത്മവിശ്വാസവും ദേശീയ അഭിമാനവും ചേരുന്ന രാഷ്ട്രീയ ദർശനത്തിലൂടെ മുന്നോട്ടു പോകുന്ന പാർട്ടിയായി BJP സ്വയം മാറുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ യുവതലമുറയുടെ ശക്തിയായി BJP ഉയരുന്നു എന്ന വിലയിരുത്തൽ സമകാലീന രാഷ്ട്രീയ യാഥാർത്ഥ്യമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.